ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ യോഗാ ദിനം എന്ന് പറയുമ്പോൾ 12 വർഷം മുമ്പ് ആണ് നമ്മളിത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത്. യോഗ എന്ന് പറയുന്നത് ഭാരതം, അതായത് ഇന്ത്യയിലെ പ്രാചീന കാലം മുതൽക്കേ ഉള്ള ഒരു പദ്ധതിയാണ്. ഇതിന് വളരെയധികം നമ്മൾ എന്താ പറയുക പ്രചാരം കൊടുത്തുകൊണ്ട് നമ്മുടെ യുവാക്കളിലും അതുപോലെ തന്നെ ആബാലവൃദ്ധം ജനങ്ങളും ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുന്നത് ആർക്കും സ്വന്തമായിട്ട് ചേരാവുന്ന തരത്തിലുള്ള എക്സസൈസുകളാണ് യോഗ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാണായാമം മുതൽ യോഗനിദ്ര വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 20 എണ്ണാണ്. ഇതിൻ്റെ ഒരുപാട് വലിയ രൂപത്തിലാണ് യോഗ ആചാര്യന്മാർ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ യോഗയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ആരോഗ്യകരമായ വാർദ്ധക്യം. നമ്മളൊക്കെ യുവാക്കളായതുകൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞത്. അതായത് പണ്ടൊക്കെ നമുക്കറിയാം, ഒരു സ്കൂളിലൊരു മാഷ് 56 വയസ്സിൽ റിട്ടയർ ചെയ്താൽ ആ ഒരു രൂപം നമുക്ക് അറിയാം അല്ലേ? വളരെയധികം നമുക്കറിയാം, ഒരു പ്രായം ശരിക്കും ബാധിച്ചിട്ടുള്ള ആൾക്കാർ. ഇന്നിപ്പോൾ 70 വയസ്സായാലും 80 വയസ്സായാലും ആൾക്കാർക്ക് അത് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സാമൂഹ്യ ക്രമം മാറി, ലൈഫ് സ്പാൻ കൂടി. പണ്ട് ഒരു 50 വയസ്സ് 60 വയസ്സിലൊക്കെ സാധാരണ മരണപ്പെടുകയായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് 80 വയസ്സായാലും ആൾക്കാർ വളരെ വികറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം ജീവിതത്തിൻ്റെ രീതിയിൽ വന്നുള്ള മാറ്റങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ശൈലി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാവും. ഈ പണ്ട് ആരോഗ്യകരമായിട്ട് 50 വർഷം ജീവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു 20-25 വയസ്സ് മുതൽ തന്നെ ആളുകൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, സ്ട്രോക്ക്, ഇത്തരം സംഗതികൾ വരും. നമ്മളെ ഭക്ഷണക്രമത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനും കൂടിയാണ് ഈ എക്സസൈസ് എന്നുള്ള അല്ലെങ്കിൽ വ്യായാമം എന്നുള്ളൊരു പരിപാടിയിൽ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് എത്രയും വലിയ പ്രചാരം കൊടുക്കുകയും അപാലവൃദ്ധ ജനങ്ങളെ ഇതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ യോഗാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ ചുരുക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ നിന്ന് നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ശ്രീ പള്ളിയാളി ഫൈസലാണ്. പുതിയ ജനപ്രതിനിധിയാണ്. രാമനാട്ടുകര നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഏറ്റവും പ്രിയപ്പെട്ട മെക്സവൻ്റെ ഭീകരമായിട്ടുള്ള പ്രവർത്തകർ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. ഇന്ന് യോഗ ദിനം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഉള്ള ഒരു കാര്യമായിട്ട് യോഗ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ 12 വർഷം ആയിട്ട് നമ്മൾ ഇവിടെ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അത് നമ്മുടെ കൂടെ കൂട്ടുന്നതിൻ്റെ ആവശ്യകതയാണ് അത് വിളിച്ചുകൊടുക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ഭാരതമാണ് ഈ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചതെങ്കിൽ കൂടി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും ആ അവയിലേക്ക് വന്ന ഒരു കാര്യം നമുക്ക് കാണേണ്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും പഠിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് യോഗയിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ, ഭാരതത്തിൽ നിന്നാണ് അത് പോയത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ മാത്രമായിട്ടല്ല യോഗയെ കാണുന്നത്. ഈ ലോകത്തിൻ്റെ യോഗയെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലം എല്ലാവരും അനുഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു കരുത്തു കൂടി നമുക്ക് നേടിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ യുവാക്കളിലൊക്കെ തന്നെ മാനസിക ആരോഗ്യം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടുവരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു സംസാരത്തിൽ നിൽക്കാതെ മറ്റ് കായികമായിട്ട് ആളുകളെ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെയൊക്കെയാണ് പ്രസക്തമായിട്ട് നമുക്ക് ഇത്തരം യോഗയെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം നിങ്ങളൊക്കെ തന്നെ മെക്സവൻ്റെ ആളുകളായി മാറുമ്പോൾ തന്നെ നിങ്ങൾ മാനസിക ആരോഗ്യമുള്ള ആളുകളും
കൂടി ആയിട്ടാണ് മാറുന്നത്. നിങ്ങൾക്കൊക്കെ പിന്നെ ഒരു കാര്യം നേരിടുമ്പോൾ വളരെ അവധാനതയോട് കൂടിയിട്ട് ആ കാര്യത്തെ നേരിടാനും അതിനെ മറികടക്കാനും ഏത് പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാനും പിന്നെ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ ഏറ്റവും വലിയ പിന്നെ ഒരു ഉപയോഗം. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളിലേക്കും യുവാക്കളിലേക്കും ഇത്തരം കാര്യങ്ങൾ ഇത്തരം മെസ്സേജുകൾ എത്തണമെന്നാണ് പിന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ പ്രചാരകരായിട്ട് നമ്മളൊക്കെ മാറണം. അപ്പോഴാണ് പിന്നെ തീർച്ചയായും നല്ലൊരു സമൂഹം, നല്ല വ്യക്തികളും നല്ല സമൂഹമൊക്കെ ഉണ്ടാകുന്നത്, നല്ല കുടുംബങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം പലതരം ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് യുവാക്കളൊക്കെ അവരുടെ ജീവിതം പിന്നെ വലിച്ചെറിയുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാനും അവരെ ഈ വീടിനും സമൂഹത്തിനുമൊക്കെ പിന്നെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർത്തുവാൻ തീർച്ചയായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപകാരപ്പെടും. ഇവിടെ പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ യോഗയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ശരിക്കും മെക്സവൻ എന്ന് പറയുന്നത്. മെക്സവനും യോഗയും തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതിൻ്റെ പല കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും മെക്സവനുമായിട്ട് ഏറ്റവും പിന്നെ ഒരു നല്ല ഒരു ബന്ധം, അതിലെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് മെക്സവന് പിന്നെ രൂപപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മെക്സവൻ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മെക്സവന് പിന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ ഹൃദയങ്ങളിലേക്കൊക്കെ എത്തിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചുകൊണ്ട് നല്ലൊരു പിന്നെ സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നേതൃപരമായിട്ടുള്ള പങ്ക് നമ്മളെല്ലാവരും വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കൂട്ടായ്മ വളരെ സന്തോഷകരമായിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ യോഗാ ദിനത്തിൽ പിന്നെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും യോഗ പിന്നെ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി. ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തതായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി ചെയ്യുന്നു. അന്താരാഷ്ട്ര യോഗ ദിനമാണ്. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ നമ്മുടെ ആദ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ തുടക്കത്തിൽ വളരെ ആവേശകരമായ രീതിയിലായിരുന്നു ഈ തുടക്കം. മെക്സവന് യോഗ ഒരു ക്രമീകരിച്ചുകൊണ്ടാണ്, അതിൽ നിന്നെല്ലാം വ്യത്യസ്ത രൂപത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇത് തുടക്കമിട്ടത്. അന്ന് കേരളത്തിൻ്റെ സമൂഹം പ്രത്യേകിച്ച് മലബാർ ഇത് ഏറ്റെടുത്തു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ആവേശം നമ്മുടെ നാമനാട്ടുകരയിൽ കുറഞ്ഞു പോയോ എന്ന് സംശയിക്കുകയാണ്. കാരണം ആളുകൾക്കൊക്കെ ജോലിത്തിരക്കുണ്ടാവുന്ന സമയത്ത് ഒരു ഒഴിവും യോഗക്കായാലും നമ്മുടെ ഈ നിത്യന്ത ജീവിതത്തിൽ ഓടി നടക്കുമ്പോൾ ഈ വ്യായാമത്തിനൊന്നും ഒരു സമയം കണ്ടെത്തുന്നില്ല. നേരെ മറിച്ച് ചെറിയൊരു ദിവസം എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയുകയാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിൽക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതല്ല ബുദ്ധി, രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം അത് ഡോക്ടർ പറയുന്നതിന് മുമ്പ്, പക്ഷെ മുന്നേ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഇതിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ ആവേശം ഇതൊന്നും ഇളകി കാണിക്കാത്ത പുറത്തുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ കിട്ടുന്നില്ല. ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ കാലുവേദന, കൈ വേദന, മാനസികമായിട്ട് താറാറ്, അല്ലെങ്കിൽ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചടച്ചിരിക്കുക. പ്രത്യേകിച്ച് എന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫുട്ബോളിൻ്റെ ടൈമാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ നമുക്ക് കളിയൊന്നുമില്ല. നമുക്ക് ഫ്ലക്സ് വെക്കലും മറ്റുള്ള ആളെ സഹായിക്കുന്ന പരിപാടിയാണ്. സ്വയം അതിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യോഗ എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ ഒരു പരിമിതമാണ്. അത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഭാരതത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യോഗയിൽ നിന്ന് ക്രമീകരിച്ച മെക്സവന് ആധുനിക രീതിയിൽ മാറ്റം വരുമ്പോൾ യോഗയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് മെക്സവന് പല ഭാഗത്തും, മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും സ്ത്രീകളടക്കം ഇതിൽ ഉദ്യോഗസ്ഥന്മാർ, ടീച്ചർമാർ, അവരൊക്കെ ഇതിന് വ്യത്യസ്ത സമയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇതിലേക്ക് കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പിന്നെ യോഗ തുടങ്ങണം. അതോടുകൂടി തന്നെ ഈ ലോക അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് നമ്മുടെ വന്ന അതിഥികൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. നന്ദി പറയാൻ ഞാൻ പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ സുഹൃത്തും നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ഫൈസൽ,
പാച്ചേരി, മറ്റ് ട്രെയിനർമാരായിട്ടുള്ള ദാസൻ, ഷെരീഫ്, മറ്റ് മെക്സവൻ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഏറ്റവും വലിയൊരു മെസ്സേജാണെന്ന് സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിലും ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 58 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരൻ അദ്ദേഹത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി മെക്സവിൽ പങ്കെടുക്കുന്ന ഒട്ടനവധി പേരും 60 വയസ്സിൽ ഒരു വിഭാഗം ജനങ്ങളാണ് എന്നുള്ള ഒരു ഉദ്ബോധനം നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ഒരു ബെഡ് കോഫി കഴിക്കുന്നു, വീണ്ടും നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തി മെക്സവൻ എക്സസൈസിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ എല്ലാ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏകദേശം ഒരു 6-7 മാസമായിട്ടുള്ള ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ ഒരു വാടക അല്ലെങ്കിൽ ആരാധന സ്ഥലത്താണ് ഞങ്ങളിവിടെ മെക്സവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 60ഓളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ ജാതി മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് രാമനാട്ടുകര ഈ മെക്സവൻ യൂണിറ്റ് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 20-22 ആൾക്കാരാണ്. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ പുറത്ത് ഒഴിവുള്ള സ്ഥലത്ത് മുനിസിപ്പാലിറ്റി ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ഗ്രൗണ്ടാക്കി ഇതുപോലത്തെ മെക്സവൻ കൂട്ടായ്മക്ക് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് അതിനുള്ളൊരു സൗകര്യം ചെയ്തു തരണമെന്നും മുനിസിപ്പാലിറ്റി ഞങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവി പരിപാടികളും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളിലും മുനിസിപ്പാലിറ്റിയിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ അവസാനത്തെ ഒരു ഐറ്റം കൂടിയുണ്ട്, ഹാപ്പിനെസ് എക്സസൈസ് ക്ലാപ്പിംഗ്. അത് ബഹുമാനപ്പെട്ട സണ്ണി അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിക്കും.